ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണുള്ളത്. സ്റ്റോക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ IOCക്കും സ്വിസ്ലോണിനും പോസിറ്റീവാണ്. സ്വിസ്ലോൺ ഒരു 2% ഓഫ് ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത് ലാസ്റ്റ് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ. എന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അനലിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്ലോബലി ഉള്ള മാർക്കറ്റിന് വളരെ നെഗറ്റീവായിരിക്കും. അതിൻ്റെ എഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടാകും. ആക്സിസ് ബാങ്കും ICICI ബാങ്കുമാണ് ബാങ്ക് നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യുന്നതിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളായതുകൊണ്ടും അവരുടെ ആക്സിസ് ബാങ്കും ICICI ബാങ്കും റിക്കവർ ചെയ്താൽ മാത്രമായിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. IT സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് IT സെക്ടേഴ്സിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നിപ്പം നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് 24,000 ഒരു പില്ലർ സപ്പോർട്ടും 24,500 ഒരു റെസിസ്റ്റൻസും ഉണ്ട്. വൺസ് 24,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിഫ്റ്റിക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു റാലി എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 51,000ഉം റെസിസ്റ്റൻസ് 51,500 ആയിരിക്കും. 51,000 മുകളിൽ സ്റ്റെബിലൈസ് ചെയ്താൽ മാത്രമായിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുവരെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.